ന്യൂയോർക്കിൽ സമയം രാത്രി 8 മണിയാവുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കുന്നില്ല. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് നന്ദി. യുദ്ധം തുടങ്ങാനും യുദ്ധം അവസാനിപ്പിക്കാനും കഴിവുള്ള ഏക വ്യക്തി അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉചിതമായൊരു തീരുമാനം പ്രസിഡന്റ് എടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായൊരു കാര്യം. മനുഷ്യരാശി തന്നെ പേടിച്ചിരുന്ന, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, വിവരമുള്ള എല്ലാ മനുഷ്യരും പേടിച്ചിരുന്നൊരു കാര്യം, ആ പേടിച്ചിരുന്നൊരു നിമിഷം അങ്ങനെ കടന്നു പോവുകയാണ്. വാസ്തവം പറഞ്ഞാൽ എത്രയോ സന്തോഷകരമായൊരു കാര്യം, എത്രയോ സമാധാനമുണ്ടാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്താ അവർ ദൈവത്തെ കാണുന്നു, അങ്ങനെ എന്തോ ഒരു വാക്യം ബൈബിളിലുണ്ട്. അപ്പോൾ സമാധാനമുണ്ടാക്കുന്ന ആളാണെങ്കിൽ ട്രംപും സ്വർഗത്തിൽ പോകുമെന്നാണ് ബില്ലി ഗ്രഹാമിൻ്റെ പുത്രൻ പറഞ്ഞത്. നേരെ മറിച്ച് മാർപ്പാപ്പ പറഞ്ഞത് യുദ്ധമുണ്ടാക്കുന്നവരൊന്നും സ്വർഗത്തിൽ പോവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും സമാധാനമാണ് പ്രസിഡന്റ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണെങ്കിൽ കൂടി ഏറ്റവും മനോഹരമായ കാര്യം, ഈ 2 ആഴ്ചക്കുള്ളിൽ ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇറാൻ്റെ വാശി തീരും. കാരണം നമ്മൾ പുഷ്ഡ് ടു ദ വാൾ, നമ്മളെ അങ്ങോട്ട് അമിതമായിട്ട് അളമുട്ടിയാൽ ചേരയും കടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ തിരിഞ്ഞു കടിക്കാനായിട്ട് നോക്കുന്നു. ആ അവസ്ഥയിലായിരുന്നു ഇറാൻ. അതിൽ നിന്നൊരു മാറ്റം വന്നിരിക്കുന്നു. അപ്പം വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി അവസാന നിമിഷം വരെ സംശയമായിരുന്നു. പാകിസ്ഥാനാണ് ഇതിൽ ഒരു വലിയ മധ്യസ്ഥൻ്റെ റോളിൽ വന്നതും കോളടിച്ചതും. അവരാണ് ഇപ്പം വലിയ പുള്ളികളായി മാറിയിരിക്കുന്നത്. നമുക്കത്ര സുഖമുള്ള കാര്യമല്ല. അവർ ഈ അഫ്ഗാനിൽ പോയി അവിടുത്തെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ പാർട്ടികളാണ്. ഇപ്പോഴും അഫ്ഗാനുമായിട്ട് പോരാട്ടത്തിലാണ്. ആ പാർട്ടികളാണ് ഇവിടെ വന്ന് സമാധാനത്തിന് വന്നിരിക്കുന്നത്. എന്തായാലും ആയിക്കോട്ടെ, ആര് ചെയ്താലും നമുക്ക് ആ ചെയ്യുന്ന കാര്യം നന്നായിരിക്കണം. അപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പട്ടാള മേധാവി ആസിം മുനീറും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ സമാധാന കാര്യങ്ങൾക്കായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവരുടെയൊക്കെ ഉപദേശവും അഭ്യർത്ഥനയും ഒക്കെ മാനിച്ചാണ് ഈ 2 ആഴ്ച വെടിനിർത്തൽ നടപ്പാക്കുന്നതെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ തുറക്കണം. യാതൊരു കാരണവശാലും അവിടെ ഒരു വിധത്തിലുള്ള ആക്രമണമോ അരക്ഷിതമായ ഒരു അവസ്ഥയോ ഉണ്ടാവരുത്. അതാണ് പകരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യണം. ചെയ്യാതിരുന്നാൽ അത് പിന്നെയും പ്രശ്നമാകും. അത് പിന്നെ കൂടുതൽ പ്രശ്നമാകും. അപ്പോൾ അതിന് മാത്രമുള്ള ഒരു വിവരക്കേട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇറാനെ പറ്റി പറയുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം അവിടെ കാര്യപ്പെട്ട ഒരു നേതാവോ അല്ലെങ്കിൽ ഏതാനും നേതാക്കളോ ഇല്ല. ആ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. തീരുമാനമെടുക്കാൻ കഴിവുള്ളവരും അതിന് പ്രാപ്തിയുള്ളവരും. പിന്നെയുള്ളത് അടുത്ത തലത്തിലോ അതിൻ്റെ അടുത്ത തലത്തിലുള്ള നേതാക്കളാണ്. അവരെടുക്കുന്ന തീരുമാനം ആരൊക്കെ അംഗീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ചിലപ്പം അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കാം. പക്ഷേ മറ്റുള്ളവർ, അതിൻ്റെ താഴെ തട്ടിലുള്ളവർ അത് അംഗീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. എങ്കിൽ പോലും വിവേകം ഉണ്ടാകും. കാരണം ഒരു യുദ്ധം ഒഴിവായി കിട്ടണം. ആ മധ്യപൂർവ്വ ദേശം, മിഡിൽ ഈസ്റ്റ് മുഴുവൻ തകരാറിലാവുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ മാത്രമല്ല തകരുന്നത്. ഇറാൻ്റെ ഒരു നാഗരികത ഇന്ന് രാത്രി മരിക്കുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. ഇന്ന് രാത്രി മരിക്കും, ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ എത്രയോ ഭയങ്കരമാണ്. ഒരു നാഗരികത എന്ന് പറയുമ്പോൾ മനുഷ്യരാശി യാതൊരു വിധത്തിലും ഈ യുദ്ധത്തിനോ അല്ല യുദ്ധ കാര്യങ്ങൾക്കോ യാതൊരു താല്പര്യമില്ലാത്ത ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പ്രായമുള്ളവർ, ഇവരാരും യുദ്ധത്തിനോ യുദ്ധക്കുതിയന്മാരോ യുദ്ധവെറിയന്മാരോ ഒന്നുമല്ല. അപ്പം അവരെല്ലാം കൊല്ലപ്പെടും, അവരെല്ലാം ഇല്ലാതാകും. അങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ, ബോംബിട്ട് കഴിഞ്ഞാൽ ബോംബിനറിയത്തില്ലല്ലോ ഇവർ മര്യാദക്കാരും നല്ലവരുമാണെന്നുള്ളത്. അപ്പോൾ ആ ഒരവസ്ഥയാണ് ഇല്ലാതായി പോകുന്നത്. അത് ഏറ്റവും നല്ലൊരു കാര്യം. ഇറാനിനി ഒന്ന് മാറണം. ഈ മതഭ്രാന്തന്മാർ അല്ല ആ രാജ്യം നയിക്കേണ്ടത്. അവിടുത്തെ ജനങ്ങൾ, അവർക്ക് ഗുണകരമായ കാര്യങ്ങൾ, അതാണ് അവർ ചെയ്യേണ്ടിയിരിക്കുന്നത്. ആ രീതിയിലേക്കൊരു വലിയ മാറ്റമാണ് ഇറാനിൽ നിന്ന് ഇനി ഉണ്ടാവേണ്ടത്. എന്തായാലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു സുബോധം എല്ലാവർക്കും തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രസിഡന്റ് ട്രംപിനെതിരെ അമേരിക്കയിൽ തന്നെ പലവിധ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ചിലർ പറയുന്നു ആർട്ടിക്കിൾ 25 ഉപയോഗിച്ച് ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് അംഗങ്ങളെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി. പ്രസിഡൻറ്റിനെ പുറത്താക്കാൻ അവർക്ക് വളരെ നിഷ്പ്രയാസം കഴിയും. പ്രസിഡൻറ്റിൻ്റെ നടപടികൾ ശരിയല്ല, പ്രസിഡൻറ്റ് പദത്തിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ മതി. മറ്റൊരു ഭീതി വരുന്നത്, ഈ അടുത്ത മിഡ് ടേം ഇലക്ഷൻ വരികയാണ് നവംബറിൽ. ആ മിഡ് ടേം ഇലക്ഷനിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എത്ര കണ്ട് ജയിക്കുമെന്ന് നമുക്കിപ്പം ഒരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നടപടികളെല്ലാം കാരണം. അപ്പം
റിപ്പബ്ലിക്കൻ പാർട്ടി ജയിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനും ഇനി ഗതികേടിന് പിന്നെ പിന്നെ സെനറ്റിലും പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ് തന്നെ നടന്നു വന്നു വരാം. ഇനി സെനറ്റിൽ ഭൂരിപക്ഷമില്ല, പിന്നെ കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂവെങ്കിൽ എങ്കിലും ഇംപീച്ച് ചെയ്യാം. ആ സഭയിൽ ഇംപീച്ച് ചെയ്യാതെ നേരത്തെ തന്നെ ഇംപീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ പ്രസിഡൻറ്റിൻ്റെ അധികാരം ഗണ്യമായിട്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി കിടക്കുന്നു. പക്ഷേ എന്തായാലും ഇത് നല്ലൊരു തീരുമാനം വന്നതുകൊണ്ട് ട്രംപിന് അനുകൂലമായൊരു വികാരമുണ്ടാകാനായിട്ട് ഇത് തീർച്ചയായിട്ടും വഴിയൊരുക്കുന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. അങ്ങനെ തന്നെ വേണം. ശക്തരായ മനുഷ്യരാണ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അത് ഈ വലിയൊരു യുദ്ധം ഒഴിവായി കിട്ടുന്നു. ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് ഇല്ലാതാവുന്നു. ഇപ്പം അമേരിക്ക കൊണ്ടുപോയി ബോംബിട്ടാൽ എത്രയോ 1000 പേരാണ് മരിക്കാൻ പോകുന്നത്. ഒരു ബോംബല്ല, എത്രയോ ബോംബുകൾ. അവരുടെ പാലങ്ങളും അവരുടെ ഡാമുകളും അവരുടെ പവർ പ്ലാന്റുകളും ഇതെല്ലാം കൂടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യർ പിന്നെ ഒന്നുമില്ലാത്തവരായി മാറുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അതാണ് ഒഴിവായി കിട്ടുന്നത്. അപ്പോൾ അതെന്തൊരു സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഈ 8 മണിക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിന് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു, തൽക്കാലത്തേക്കാണെങ്കിൽ കൂടി. അപ്പോൾ അതിൽ പിന്നെ ഈ ഇങ്ങനെയുള്ള കരാറിലും ഒത്തുതീർപ്പിലുമൊക്കെ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിക്കേണ്ടതാണ്. വാസ്തവം പറഞ്ഞാൽ മധ്യസ്ഥ ശ്രമം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രയേലുമായിട്ടുള്ള ആ ബന്ധം ഈ അറബ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം രാജ്യങ്ങളെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി ഇന്ത്യയെ കാണാനായിട്ട് കാരണമായിരിക്കുന്നു എന്നുള്ളതിന് സന്ദേഹമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ പാകിസ്ഥാനും പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ബന്ധം അവർ അടയും ചക്കരയും പോലെ അത്രയധികം വലിയ ബന്ധമായി മാറി. അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആ സാമ്പത്തിക ബന്ധങ്ങളോ അങ്ങനെയൊക്കെയുള്ള ആ പാകിസ്ഥാൻ പ്രസിഡൻറ്റിൻ്റെ ഒരു സ്വന്തം സ്ഥലം പോലെ ആയി മാറി. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് അതിന് ഒട്ട് കഴിഞ്ഞതുമില്ല. എങ്ങനെയായിരുന്നാലും ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നല്ല വാർത്ത. 2 ആഴ്ചത്തേക്ക് ഉള്ളൂ എന്ന് പറയുന്നുവെങ്കിലും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ വലിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സന്ദേഹമില്ല. അങ്ങനെ തന്നെ വരട്ടെ. എന്തായാലും സമാധാനത്തോടുകൂടി നമുക്ക് പോയി കിടന്നുറങ്ങാം. നേരെ മറിച്ച് ഒരു നാഗരികത നശിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ ബോംബിട്ട് കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും സന്തോഷമുള്ളൊരു കാര്യമല്ല, ഒട്ടും ആർക്കും ആഹ്ലാദമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ആ ഒരു കാർമേഘമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത്. പാകിസ്ഥാനായാലും ആരായാലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ.